ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇൻഡേഴ്സ് 115 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സിൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലർ സെൽസ് മാർബിൾ ഫർണിച്ചർ ആൻഡ് ഓൺ റിക്വസ്റ്റ് ഓഫ് കസ്റ്റമർ അറേഞ്ചസ് എ ട്രാൻസ്പോർട്ടർ ടു ഡെലിവർ ദ ഗുഡ്സ് അറ്റ് കസ്റ്റമേഴ്സ് ഡോർ സ്റ്റെപ്പ്. ഇപ്പോൾ ഇവിടെ റീറ്റെയിലർ മാർബിൾ ഫർണിച്ചർ സെല് ചെയ്യുന്നൊരു ബിസിനസ് ആണ്. അപ്പോൾ ഇവിടെ കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ച് മാർബിൾ ഡോർ സ്റ്റെപ്പ് ഡെലിവറി നടത്തുന്നൊരു സെല്ലറാണ്. അപ്പോൾ ഡെലിവറി ടേംസിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ടേം സ്റ്റേറ്റ്സ് ദാറ്റ് ലീഗൽ ടൈറ്റിൽ ആൻഡ് റിസ്ക് ഓഫ് ലോസ് പാസസ് ടു കസ്റ്റമർ ഓൺ ഡെലിവറി ടു ദ ട്രാൻസ്പോർട്ടർ. അപ്പോൾ മാർബിൾ ഫർണിച്ചർ എപ്പോഴാണോ ട്രാൻസ്പോർട്ടർക്ക് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ലീഗൽ കൺട്രോൾ ആർക്ക് കിട്ടും? കസ്റ്റമർ കിട്ടും. അല്ലെങ്കിൽ ലീഗൽ ടൈറ്റിൽ, ആ ഒരു മാർബിൾ ഫർണിച്ചറിൻ്റെ മുകളിലുള്ള ലീഗൽ ടൈറ്റിലും റിസ്ക് ഓഫ് ലോസും ട്രാൻസ്പോർട്ടർക്ക് ഫർണിച്ചർ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ആവുകയാണ് കസ്റ്റമറിലേക്ക്. അങ്ങനെയാണ് ഡെലിവറി ടേംസ് പറഞ്ഞേക്കുന്നത്. ഇനി റീറ്റെയിലർ ദോ നോട്ട് ലീഗലി ഒബ്ലൈജ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് പ്രൊവൈഡിങ് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഡാമേജ് ഡ്യൂറിങ് ട്രാൻസിറ്റ്. റീറ്റെയിലർക്ക് ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നുമില്ല, പക്ഷേ ഓൺ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഇൻ ട്രാൻസിറ്റിൽ എന്തെങ്കിലും ഡാമേജ് വരികയാണ് ഗുഡ്സിനെങ്കിൽ യൂഷ്വലി സെല്ലറിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നുമില്ല, ഡെലിവറി ടേംസിലൊന്നുമില്ല, പക്ഷേ ഹിസ്റ്ററി അങ്ങനെയാണ്, പ്രൊവൈഡിങ് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഇഫ് ദർ ഈസ് എനി ഡാമേജ് ഡ്യൂറിങ് ട്രാൻസിറ്റ്. ഓക്കെ, സ്റ്റേറ്റ് വെദർ റവന്യൂ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരികയാണ് എക്സാമിനെങ്കിൽ നമ്മൾ നോക്കേണ്ട 5 സ്റ്റെപ്പ് മോഡലിൽ 5 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നേക്കുന്നത്? ഇവിടെ 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ആണുള്ളത് അല്ലേ. ഒന്നാമത്തെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഫർണിച്ചർ. സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ എപ്പോഴാണ് ട്രാൻസ്ഫർ ആകുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കൺട്രോൾ എപ്പോഴാണോ ഫർണിച്ചർ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അപ്പോൾ സെല്ലറുടെ കയ്യിൽ നിന്ന് ആ കൺട്രോൾ ആരിലേക്ക് ട്രാൻസ്ഫർ ആവും? കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ആവും. 5 സ്റ്റെപ്പ് മോഡലിൽ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് റെക്കഗ്നൈസിങ് റവന്യൂവിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻകം അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ അസറ്റ് ആണ്, ആ അസറ്റ് സെല്ല് ചെയ്തു, അത് ട്രാൻസ്പോർട്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൺട്രോൾ ട്രാൻസ്ഫറായി. അതുകൊണ്ട് തന്നെ റീറ്റെയിലർ ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടർക്ക് ഡെലിവറി നടത്തുമ്പോൾ തന്നെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഷിപ്മെൻറ്റ് സർവീസ്. ഷിപ്മെൻറ്റ് സർവീസ് ഇൻക്ലൂഡ് ട്രാൻസിറ്റ് ലോസ് പ്രൊട്ടക്ഷൻ അല്ലേ. ഷിപ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ റവന്യൂ ഫോർ ഷിപ്പിംഗ് സർവീസ് ഈസ് റെക്കഗ്നൈസ് വെൻ ദ സർവീസ് ഈസ് കംപ്ലീറ്റഡ്. സർവീസ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? ഷിപ്പിംഗ് സർവീസിൻ്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. ഡെലിവറി ടൈംസിൽ സർവീസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞേക്കുന്നത്? ട്രാൻസ്പോർട്ടർക്ക് എപ്പോഴാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കേണ്ട 2 നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. ഒന്ന് സെയിൽ ഓഫ് ഫർണിച്ചർ, ഷിപ്മെൻറ്റ് സർവീസ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ആൻസറിൽ കാണിക്കുക. എന്നിട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം. ABC Limited signs a contract with customer to sell a piece of machinery and to provide installation services. കസ്റ്റമറായിട്ട് ABC Limited ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാണ്, ഒരു മെഷീനറി സെല് ചെയ്യാനും അതിൻ്റെ ഇൻസ്റ്റലേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോൺട്രാക്റ്റാണ്. ദ കോൺട്രാക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മെഷീനറി ആൻഡ് ഇൻസ്റ്റലേഷൻ സർവീസസ് ക്യാൻ ബി പർച്ചേസ് സെപ്പറേറ്റ്ലി. കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മെഷീനറി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഇൻസ്റ്റലേഷൻ സർവീസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഷുഡ് ABC Limited ട്രീറ്റ് ദിസ് ആസ് 1 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഓർ 2? നമ്മളടുത്ത് ചോദ്യം ചോദിച്ചേക്കുന്ന ഈ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷനായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, അതോ 2 പെർഫോമൻസ് ഒബ്ലിഗേഷനായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗുഡ്സിനെ സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സാണ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സർവീസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 പെർഫോമൻസ് ഒബ്ലിഗേഷനാണ് അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യാൻ ഫുൾഫിൽ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന് മെഷീനറിയുടെ ഡെലിവറി, രണ്ടാമത്തെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ സർവീസസ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഇതിനെ 2 ഡിസ്റ്റിങ്ക്റ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷനായിട്ട് അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. മാത്രമല്ല ABC Limitedന് നമ്മൾക്ക് കൊടുക്കാനുള്ള ഇതിൻ്റെ റെക്കഗ്നേഷൻ എങ്ങനെയാണ്? ഒന്ന് മെഷീനറിക്ക് മെഷീനറിയുടെ ഒന്ന് സെപ്പറേറ്റ് റെക്കഗ്നൈസ് ചെയ്യണം, രണ്ടാമത്തെ ഇൻസ്റ്റലേഷൻ സർവീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.